നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ രാധ, അവൾ ഇവിടെ തന്നെയാ ഉള്ളത്. ഇവിടെ തന്നെ, ഈ നാട്ടില്, നമ്മുടെ കൺമുന്നിൽ തന്നെ എവിടെയോ ഉണ്ടവള്. നമ്മളെ നേരിട്ട് കണ്ടതാ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയാ. ഈ മേഘനാഥൻ തോറ്റു തൊപ്പിയിട്ട് നാട്ടിലേക്ക് പോണോന്നാണോ താൻ പറയുന്നത്? ഒരിക്കലും പറ്റില്ലത്. കോട്ടയ്ക്കൽ മേഘനാഥൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെയാകും അത് പറ്റില്ല. അവളെ കണ്ടുപിടിക്കണോടോ? കണ്ടുപിടിക്കണം, നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ശരി സാർ, സാർ വിഷമിക്കാതെ 1-2 ദിവസം കൂടി സാർ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. രാധ അവനെയും കൂടെ ഒരുമിച്ച് വേണം പൊക്കാൻ. സാറ് വിചാരിച്ചത് നടക്കും. ഈ മണിച്ചനുണ്ടാവും കൂടെ. നെഞ്ചിലടിച്ച് കയറുന്ന വാക്ക. ഇന്ന് ലൈം ടീയോ? ഉറക്കം പോട്ടെ. ഓ, അങ്ങനെ ഉറക്കം ഒളിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോ തീരും. അഞ്ജലിയും കൂടെ വന്നിരുന്നെങ്കിലേ പാക്കിംഗ് നേരത്തെ തീരുമായിരുന്നു. ഓ, അവളെ ഇനി 2-3 ദിവസത്തേക്ക് പ്രതീക്ഷിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസാദ് സാറിന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ആകെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്ങനെ സംഭവിക്കുന്നു ദൈവത്തിനറിയാം. എന്റെ അഭിപ്രായത്തില് ഇനി ആ കല്യാണം നടത്തിക്കൊടുക്കുന്നതാ ആ അച്ഛനും അമ്മയ്ക്ക് നല്ലത്. പുറമെ നിന്ന് നോക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ മക്കള് തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു എന്നറിയുമ്പോ മാതാപിതാക്കളുടെ നെഞ്ചെടുപ്പൊന്നും നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. പറഞ്ഞറിഞ്ഞിടത്തോളം പ്രസാദ് അച്ഛൻ കർക്കശക്കാരനാ. ഇപ്പൊ തന്നെ വലിയ പൊട്ടിത്തെറികൾ നടന്നു കാണുന്ന എന്റെ മനസ്സ് പറയുന്നത്. പറഞ്ഞു നാവെടുത്തില്ല. വിളിക്കുന്നത് ആര്യയാ. അവിടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ചോദിക്കട്ടെ. ഹലോ ആര്യ. ആ സീതമ്മേ, എവിടെ ഇപ്പോ? വീട്ടിൽ തന്നെയാണോ? അതെ. സുധാകരേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നെഞ്ചുവേദനയ്ക്ക് കുറവുണ്ടോ? നെഞ്ചുവേദനയോ? നീ എന്താ ആര്യ അങ്ങനെ ചോദിക്കുന്നേ? അതെന്തു പറ്റി? വലിയച്ഛ എന്നെ പകല് വിളിച്ചിരുന്നല്ലോ. സുധാകരേട്ടന് നെഞ്ചുവേദന വന്നോന്നും സീതമ്മ വിളിച്ചിട്ട് കൂട്ടിരിക്കാൻ അങ്ങോട്ട് പോവുകയാണെന്നും രാത്രി തിരിച്ചു വരില്ലെന്നും പറഞ്ഞു എന്നോട്. എന്താ അങ്ങനെയല്ലേ കാര്യങ്ങള്? അഞ്ജലി എന്താ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അവിടെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് മുഖം രക്ഷിക്കാനാവോ? കുറച്ചൊരു മനസ്സമാധാനം കിട്ടാൻ അല്പം മാറി നിൽക്കാന്ന് കരുതിയിട്ട്. സീതമ്മ കേക്കുന്നില്ലേ? വലിയച്ഛ അവിടെ ഇല്ലേ അപ്പോ? ഉണ്ടല്ലോ, വീട്ടിലുണ്ട്. അപ്പോ സുധാകരേട്ടനുമായി ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഡോക്ടർ തിരിച്ചുവിട്ടതാ. ഹോ, അതൊരു ആശ്വാസമായി. ഇവിടെ ആകെ പ്രശ്നമാ സീതമ്മേ. പുഷ്പേട്ടൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ? പറഞ്ഞു. അല്ല, അവര് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോ? വന്നു. അത് വലിയച്ചോട് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ശരി, ഞാൻ പറഞ്ഞേക്കാം. അഞ്ജലി അവിടെ പലഹാരങ്ങൾ പാക്ക് ചെയ്യാ. നീ വെച്ചോ. ശരി. ചന്ദ്രേട്ടന് ഏറ്റവും ദേഷ്യവും പകയും പ്രസാദിനോടാണ്, പിന്നെ അഞ്ജലിയോടും. എന്താ കാര്യം? നിങ്ങളുടെ അവസ്ഥ കൊണ്ട് വിവാഹം നടന്നു പോയതല്ലേ. പക്ഷെ പ്രസാദും അഞ്ജലിയും മനഃപൂർവ്വം കൗൾപ്പിച്ചെന്ന തോന്നല ചന്ദ്രേട്ടന്റെ മനസ്സിൽ. അതിന് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും കേറി വാ. ഇനിയിപ്പോ വരുന്നത് പോലെ നേരിടുക, അത്ര വാ. മുരളി ആരതിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു നോക്ക്. എനിക്കൊന്നും ചോദിക്കണ്ട. പുകഞ്ഞ കൊള്ളികൾ പുറത്താ.
അത്ര തന്നെ. ഹോ, എന്റെ ചന്ദ്രേട്ടാ, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. ഇനിയിപ്പം മനസ്സ് മുഷിഞ്ഞ് പെരുമാറിയിട്ട് എന്താ കാര്യം? ഇവരോട് ക്ഷമിച്ചൂടെ? എന്റെ മനസ്സ് മുഷിഞ്ഞാലെന്താ, മുറിവേറ്റാലെന്താ പുഷ്പ? മാതാപിതാക്കൾക്ക് വില നൽകുന്ന മക്കള് ജനിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം. എനിക്കും രുക്മിണിക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല, അത്ര തന്നെ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിലാ എനിക്ക് ഈ കല്യാണം കഴിക്കേണ്ടി വന്നത്. അച്ഛനോടും അമ്മയോടും ബഹുമാനവും ഭയവും ഉള്ളതുകൊണ്ടാ ഇതുവരെ അത് മറച്ചു വെച്ചത്. നിങ്ങളത് മനസ്സിലാക്കി എന്നോട് ഇവളോടും ക്ഷമിക്കണം പ്ലീസ്. അച്ഛനോട് ക്ഷമ പറ. കാലത്തോട്ട് വന്നിക്കേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. വേണ്ട, മറയ്ക്ക്. ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെ നാടകമൊന്നും. അച്ഛാ പ്ലീസ്, എന്റെ ഭാര്യ ഇവള്. അതുകൊണ്ട് ഇവളൊക്കെ കളിക്കുന്ന ഏത് നാടകവും ഞാൻ കാണണോ? സഹിക്കണോ? വേണോടാ? വേണോന്ന്? പുത്തംപുരയ്ക്കൽ ചന്ദ്രമോഹൻ അതിന് കിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊക്കിന് ജീവൻ ഇല്ലാതിരിക്കണം, അത്ര തന്നെ. അച്ഛാ പ്ലീസ്, ഞാൻ ഒരു നാടകവും കളിച്ചതല്ല. മനസ്സിൽ തട്ടി തന്നെയാ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചതും. എന്നിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ? മതി, എനിക്ക് നേരും നുണയും കണ്ടാ മനസ്സിലാവും. ഇത്രയും നാളെ എന്റെ മകന്റെ ഭാര്യയായി ജീവിച്ചിട്ട് എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോ മുങ്ങിയ ബിരുദത്തയുടെ അനിയത്തിയല്ലേ നീ? ഒട്ടും മോശം വരില്ലെന്ന് ഉറപ്പാ. വലിയച്ചി അങ്ങനെ ഒളിച്ചോടിയൊന്നും അല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ നിന്ന് പറയാനുള്ള ധൈര്യമുള്ള ആള് തന്നെയാ. ഇന്നിപ്പോ സീതമ്മയുടെ ഭർത്താവ് സുധാകരേട്ടനെ ആശുപത്രിയിലാക്കിയപ്പോ ഒരു സഹായത്തിനാ വലിയച്ചി അവിടേക്ക് പോയി നിൽക്കുന്നത്. അയ്യോ മതി മതി, മനസ്സിലായി. ചേച്ചിയും സദ്ഗുണ സമ്പന്നകളായ അനുജത്തിമാരും കൂടി എന്റെ കുടുംബം തകർത്തല്ല. എന്റെ ആൺമക്കളെ തന്നെ ബലവീശി എടുത്തല്ലോ മൂന്നുപേരും. സന്തോഷമുണ്ട്. നല്ല നമസ്കാരം. അച്ഛാ, പ്രേമിക്കുന്നത് തെറ്റാണെങ്കിൽ അവര് മാത്രമല്ല കുറ്റക്കാര്, അച്ഛന്റെ ആൺമക്കളും കുറ്റക്കാര് തന്നെയാണ്. തെമ്മാടി, എന്തോന്ന് പ്രേമം? നിനക്കൊക്കെ ഈ പെണ്ണുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. അസത്തുക്കള്. ഇവർക്ക് എന്താ അച്ഛാ കുഴപ്പം? അച്ഛൻ എന്താണ് ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്? മുരളി, എന്തായാലും മക്കൾക്കൊരു വിവാഹം വേണം. അത് അവരുടെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കുന്നതല്ലേ ചന്ദ്രേട്ടാ നല്ലത്? അങ്ങനെയല്ലേ വരൂ. മക്കളെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊടുക്ക മാതാപിതാക്കൾ ക്ഷമിച്ചോണം. പക്ഷെ ചന്ദ്രനെ അതിനെ കിട്ടില്ല പുഷ്പ. ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂത്ത പുത്രനുണ്ടല്ലോ, അവനോട് ഞാൻ ക്ഷമിക്കില്ല ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.